മനസ്സിനെ നിയന്ത്രിക്കുവാൻ എന്തു ചെയ്യണം? മനസ്സ് അതൊരു അത്ഭുതകരമായിട്ടുള്ള ശക്തിയാണ്. ചിലപ്പോൾ അത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ അതേ മനസ്സ് തന്നെ നരകത്തിലേക്കും തള്ളും. നമുക്ക് തന്നെ മനസ്സിലാകാത്ത വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിൻ്റെ യാത്ര, അതിനെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. മനസ്സോടുന്നത് എന്തിനു വേണ്ടി? മനസ്സിൻ്റെ സ്വഭാവം തന്നെ ചിന്തിക്കുക എന്നതാണ്. അത് ശൂന്യത സഹിക്കില്ല. നിങ്ങൾ അതിന് ഒരു ദിശ കൊടുക്കാത്ത പക്ഷം അത് സ്വയം ദിശ കണ്ടെത്തും. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇത്രയും നെഗറ്റീവായി ചിന്തിക്കുന്നത്? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സ് എപ്പോഴും അനാവശ്യ ഭാവനകളിലേക്ക് പോകുന്നത്? കാരണം വളരെ ലളിതമാണ്. മനസ്സിന് നാം എന്ത് ഭക്ഷണമാണ് കൊടുക്കുന്നുവോ അതാണ് അത് വളരുന്നത്. മനസ്സിനെ നിയന്ത്രിക്കണമോ? പലരും പറയുന്നു മനസ്സിനെ നിയന്ത്രിക്കണം. പക്ഷേ വാസ്തവത്തിൽ മനസ്സിനെ ബലപൂർവ്വം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നത്, വെള്ളത്തിൽ കൈകൊണ്ട് തിരമാല അടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. മനസ്സിനെ ശത്രുവായി കാണുകയാണെങ്കിൽ അത് ശത്രുവായി പ്രവർത്തിക്കും. മനസ്സിനെ സ്നേഹത്തോടെ സമീപിക്കുകയാണ് എങ്കിൽ അത് സുഹൃത്താകും. മനസ്സ് ഒരു ഓടക്കുഴൽ പോലെയാണ്. അതിൽ സംഗീതമില്ല. പക്ഷേ ഒരു സംഗീതജ്ഞൻ്റെ കയ്യിലെത്തുമ്പോൾ അതിൽ നിന്ന് രാഗതാളങ്ങൾ ഉയരും. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ മഹത്വവും. അതിനെ ഉപയോഗിക്കാൻ അറിയുന്ന വ്യക്തിയുടെ ബോധത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൻ്റെ റേഞ്ച് തന്നെ മാറിപ്പോകും. നിയന്ത്രണം വേണ്ടത് മനസ്സിനോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിനോ ആണോ? മനസ്സിനെ നേരിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വ്യക്തിത്വത്തെ ശ്രദ്ധമാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾ വ്യക്തമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഉറപ്പായിരിക്കട്ടെ. ജീവിതത്തിൽ ഒരു വ്യക്തമായ ദിശയുണ്ട് എങ്കിൽ മനസ്സ് സ്വയം ആ ദിശയിൽ പരിശീലനം നേടും. മനസ്സിന് ഇന്ധനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇത് വളരെ നിർണായകമായ കാര്യമാണ്. മനസ്സിന് ചിന്തിക്കുവാനുള്ള ഇന്ധനം ലഭിക്കുന്നത് നിങ്ങൾ കാണുന്നതിൽ നിന്ന്, നിങ്ങൾ കേൾക്കുന്നതിൽ നിന്ന്, നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന്, നിങ്ങൾ ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ നിന്ന്. ഒരു വശം നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം നെഗറ്റീവാണ് എങ്കിൽ മനസ്സ് സ്വാഭാവികമായി ആ ദിശയിലേക്ക് സ്വഭാവമായി പോകും. നിങ്ങൾ ദിവസവും നെഗറ്റീവ് വാർത്തകൾ മാത്രം കാണുന്നുണ്ടോ? വ്യക്തിത്വത്തിന് അനുയോജ്യമല്ലാത്ത ചർച്ചകളിൽ പങ്കാളിയാകുന്നുണ്ടോ? അനാവശ്യ താരതമ്യങ്ങളിൽ സമയം കണ്ടെത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മനസ്സിനെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം അതിന് ലഭിച്ച പരിശീലനം അതാണ്. എന്ത് ചിന്തിക്കരുതെന്ന് പഠിപ്പിക്കേണ്ടതില്ല. മനസ്സിനെ ഇത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതേ കാര്യമാണ് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുക. പക്ഷേ മനസ്സിനെ ഇത് ചിന്തിക്കൂ എന്ന് ദിശ കൊടുക്കുമ്പോൾ മനസ്സ് ആ ദിശയിൽ തന്നെ പോകും. അതുകൊണ്ട് ഒരു വ്യക്തമായ ജീവിത ലക്ഷ്യം ഉണ്ടാക്കുക. ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുക. അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. മനസ്സിന് ഒരു മഹത്തായ വിഷയമുണ്ട് എങ്കിൽ അത് ചെറിയ വിഷയങ്ങളിൽ അലഞ്ഞു തിരിയാൻ സമയം കാണില്ല. മനസ്സും ശരീരവും തമ്മിൽ അതീവമായിട്ടുള്ള ബന്ധമുണ്ട്. അനാരോഗ്യകരമായ ജീവിതശൈലി മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കും. എന്നാൽ ക്രമബന്ധമായിട്ടുള്ള ഉറക്കം, വ്യായാമം, ധ്യാനം ഇവ മനസ്സിന് സ്വസ്ഥത നൽകും. മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ശരീരത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. മനസ്സ് ഒരു ശക്തിയാണ്. അത് ശത്രുവല്ല, ദൈവവുമല്ല. അതൊരു ഉപകരണം മാത്രമാണ്. ഉപകരണം ഉപയോഗിക്കുന്നവനാണ് ഫലം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ബലമായി പിടിച്ചു കെട്ടാൻ ശ്രമിക്കേണ്ട. അതിനെ സ്നേഹത്തോടെ പരിശീലിപ്പിക്കുക. അതിന് ഉയർന്ന ചിന്തകൾ നൽകുക. അതിന് മഹത്തായ ലക്ഷ്യം നൽകുക. ഓർക്കുക, മനസ്സിനെ നിയന്ത്രിക്കേണ്ടതല്ല, മനസ്സിനെ നയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.